ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രാജേഷ് ആയതുകൊണ്ടാണ് അദ്ദേഹം ഞങ്ങളുടെ തലയിൽ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും 4% വോട്ട് BJPയുടെ വാങ്ങിച്ചാണ് അവർ തുടർഭരണം ഉണ്ടാക്കിയത്. അതിൻ്റെ ഓർമ്മയിൽ നിന്നാണ് MP രാജേഷ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷത്തെ കൈവിട്ട് ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിക്കാനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയുമായി ഏറ്റവും അടുത്ത സൗഹൃദം ഉണ്ടാക്കുക, അവരുമായി ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ CPM സ്വീകരിക്കുന്ന സമീപനം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി ന്യൂനപക്ഷങ്ങളെ കൈവിട്ടു. ഇപ്പോൾ ഭൂരിപക്ഷത്തെ അതിനുവേണ്ടിയാണല്ലോ ആഗോള അയ്യപ്പ സംഘമൊക്കെ ഉണ്ടാക്കി. പൊളിഞ്ഞുപോയി, എല്ലാം പൊളിഞ്ഞുപോയി. പക്ഷേ BJPയുമായി ധാരണ ഉണ്ടാക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമിക്കുകയാണ് CPM. അത് മറച്ചു വെക്കാനാണ് ഞങ്ങളുടെ പേരിൽ ഈ ആരോപണം ഉന്നയിക്കുന്നത്. ആരും ഇത് വിശ്വസിക്കില്ല. യഥാർത്ഥത്തിൽ BJPയുമായി ധാരണ ഉണ്ടാക്കുന്നത് CPM ആണ്. ഞങ്ങളുടെ നേതാക്കന്മാർ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എത്ര മണിക്കൂറുകളാണ് EDയും CBIയും ഒക്കെ ചോദ്യം ചെയ്തത്? അവരൊക്കെ അന്തസ്സായിട്ട് അവിടെ പോയി ഇരുന്നല്ലോ. എത്ര മണിക്കൂറുകൾ, എത്ര ദിവസങ്ങൾ. എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉൾപ്പെടെ എത്രയോ കേസുകൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായി. ഒരു നോട്ടീസ് അയക്കാനുള്ള സാമാന്യ മര്യാദ പോലും EDയോ CBIയോ കാണിച്ചോ? സോണിയാഗാന്ധി പോയി, രാഹുൽ ഗാന്ധി പോയി, ഇത്ര മണിക്കൂറുകൾ പോയി. പിണറായി വിജയനെതിരെ ഒരു നോട്ടീസ് അയക്കാൻ EDയോ CBIയോ മുന്നോട്ട് വന്നോ? 42 തവണയാണ് ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. ലാവ്ലിൻ കേസിലെ 7ാം പ്രതിയാണ് പിണറായി വിജയൻ. ആ ലാവ്ലിൻ കേസ് 7 തവണ മാറ്റിവെച്ചിട്ടും 41 തവണ മാറ്റിവെച്ചിട്ടും ഇപ്പോഴും ആ കേസ് എടുക്കാത്തതിൻ്റെ കാരണം എന്താ? അവിടെയാണ് BJPയും CPMും തമ്മിലുള്ള ബന്ധം. അവിടെയാണ് മോഡിയും പിണറായിയും തമ്മിലുള്ള ബന്ധം. അത് മറന്നിട്ടാണ് രാജേഷ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. മതി എന്നിട്ട് കൊടുക്കില്ലല്ലോ ആരും. എന്താ കൊടുക്കാതെ? അതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. BJPയുമായിട്ടുള്ള ബന്ധം അത്ര ശക്തമായതുകൊണ്ടാണ് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു അക്ഷരം EDയോ CBIയോ മിണ്ടാത്തത്. കാരണം അവർ തമ്മിലുള്ള ബന്ധം അത്ര ശക്തമാണ്. അതുകൊണ്ടാണ് അവർക്കെതിരെ ഒരു നടപടി എടുക്കാത്തത്. എല്ലാം പകൽ പോലെ വ്യക്തമല്ലേ? അതെന്താ 41 തവണ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചെന്താ സുപ്രീം കോടതി? ഇപ്പോഴും ആ കേസ് എടുക്കാൻ തയ്യാറാകാത്തത് എന്താണ്? ആ കേസ് എടുക്കുമ്പം സോളിസിറ്റർ ജനറലിനും മറ്റ് ഗവൺമെൻറ് വക്കീലന്മാർക്കും പനി വരും. 41 ദിവസം പനി വന്നു. ഇനി എത്ര ദിവസം കൂടെ പനി വരുമെന്നാണ് നോക്കണ്ടേ? അപ്പോൾ ആർക്കാ ബന്ധം? നിങ്ങൾ തന്നെ ആലോചിക്കുക. ആർക്കാണ് ബന്ധം? നിങ്ങൾ രാജേഷോളം ചോദിക്കുക, ആർക്കാ ബന്ധമെന്ന്? 41 തവണ ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. എത്ര കാലമായി? അപ്പോൾ ആ ബന്ധമുള്ളവരാണ് അവർ എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്.